എന്താണ് ചക്കയെ കിടന്ന് വിളിച്ചു കൂണ്? ഈ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് തരുമോ? പച്ചവെള്ളം ഉള്ളൂ. നീ പിന്നെ അങ്ങനെ വിളിച്ചു കൂയണ്ടെന്ന് ഞാൻ എന്താ ചെയ്യാ? ഇപ്പൊ ഞാൻ വേറെ വെള്ളം കലക്കി കൊണ്ടുവന്ന് തരാം. ശരി. ഹായ് കൂട്ടുകാരെ, മോനൊന്ന് പുറത്തു പോയതാ. അവൻ ആകെ ചൂട് കൊണ്ട് ക്ഷീണിച്ച് വന്നിക്കുക. ഭയങ്കര ചൂടല്ലേ ഇപ്പം. അതിനിവിടെ പാലും തൈരൊന്നുമില്ല. തൈരില്ലാതെ ഞാൻ ഇന്നൊരു തേങ്ങാപ്പാൽ കൊണ്ട് നല്ല സിമ്പിളായിട്ട് അടിപൊളി ഒരു സംഭാരം ഉണ്ടാക്കി കൊടുക്കാൻ പോവുക. അതിന് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. നിങ്ങളെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതാ ഇതേപോലെ നന്നായിട്ട് ചിരകി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അതിനി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് തേങ്ങ ആത്തി അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ചിലവർക്ക് തൈര് കൊണ്ടുള്ള മോരിഷ്ടമുണ്ടാവില്ല, തൈര് ഇഷ്ടമുണ്ടാവില്ല, പാലിഷ്ടമുണ്ടാവില്ല. ഇത് എല്ലാവർക്കും പറ്റും കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. ഞാനിപ്പോൾ ഇതിൽ 1-ാം പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. 2-ാം പാല് നമുക്ക് ഇതിൽ ഒരു ചണ്ടിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇത് നമുക്ക് വെള്ളം പോലെയാണ് വേണ്ടത്, വല്ലാതെ കട്ടിയൊന്നും വേണ്ട. നമ്മൾ തൈരൊക്കെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ സംഭാരമൊക്കെ അവർ നല്ല നെയ്യൊക്കെ എടുത്തിട്ട് വെള്ളം പോലെയാണല്ലോ സംഭാരം ഉണ്ടാക്കുക. ആ കട്ടിയിൽ നമുക്ക് ഉണ്ടാക്കിയാൽ മതി. നമുക്കിതിൽ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് എൻ്റെ ചണ്ടി ഒന്നുകൂടി നമുക്ക് ഈ തേങ്ങ പിഴിഞ്ഞ് 1-ാം പാലെടുത്തിട്ട് ചിലവർ ഈ ചണ്ടി വലിച്ചെറിയുള്ളൂ. അതിനി വലിച്ചെറിയണ്ട കേട്ടോ. ഇത് 1-ാം പാലെടുത്ത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2-ാം പാലെടുത്തിട്ട് ഇതേപോലെ ഉണ്ടാക്കിയാൽ മതി. ഉണ്ടാക്കിയിട്ട് തണുപ്പിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കരുത്, പിരിഞ്ഞു പോവും. ഇത് നമുക്ക് ചെറിയ തരിപ്പയില ഒന്നുകൂടി തരിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ജ്യൂസൊക്കെ അടിക്കുന്ന തരിപ്പയിലാണ് തരിച്ചത്. അപ്പോൾ ചെറിയ തരിപ്പയില തരിക്കുമ്പോൾ അതിൽ തേങ്ങയുടെ പീരുണ്ടെങ്കിൽ അതിഞ്ഞ് വന്നോളും. ഒന്നുകൂടി നമുക്കിതിൽ തരിച്ചെടുക്കാം. ഇത് ചെറിയ തരിപ്പയാണ്. ഇത് കണ്ടില്ലേ? ഓക്കെ, ഇത് കണ്ടില്ലേ? കട്ടിയില്ലാതെ വെള്ളം പോലെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ 1-ാം പാലൊക്കെ എടുത്ത് അതിൻ്റെ ചണ്ടിയൊക്കെ പിഴിഞ്ഞ് വെള്ളമൊക്കെ ഒഴിച്ചാണ് ഈ രീതിയിൽ എടുത്തിട്ടുള്ളത്. ഈ കട്ടിയേ പാടുള്ളൂ. ഇനി ഇച്ചിരി കൂടി കട്ടി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് മസാലകൾ ചതച്ചിടാം. ഞാൻ അതിലേക്ക് ഇപ്പോൾ എടുത്തിട്ടുള്ളത് 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 1 പച്ചമുളക് പഴുത്തത്, 2 എണ്ണം പച്ച, പിന്നെ ലേശം കരിവേപ്പില. ഈ 3 സാധനം എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് ചതക്കിട്ടോ. കരിവേപ്പില ഒന്ന് വെറുതെ ചതച്ചെടുത്താൽ മതി. ഇതാ ഇതേപോലെ 3 സാധനവും ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. കരിവേപ്പില ചതയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടാലും മതി കേട്ടോ. ഇത് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും എരിവും ഇതൊക്കെ പാടെ തേങ്ങാപ്പാലിൽ നന്നായിട്ട് അലിഞ്ഞ് ചേരട്ടെ, അതുവരെ ഇളക്കാം. ഇനിയാണ് അതിലേക്ക് നമുക്ക് പ്രധാനപ്പെട്ട സാധനം ഒഴിച്ചു കൊടുക്കുക, ചെറുനാരങ്ങ. നാരങ്ങ മുറിച്ച് നമുക്കിതിൽ ചെറുനാരങ്ങ പുളിയിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 മുറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്ക് പുളി എങ്ങനെയെന്ന് നോക്കിയിട്ട് പിന്നെ ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പുളി കുറച്ച് കമ്മിയാണ്, അപ്പം നമ്മൾ ഇത് കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൽ പുളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കി നോക്കി ഇട്ടാൽ മതിയേ. ഇനി നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കാം. കണ്ടോ, ഇതാരെങ്കിലും തേങ്ങാപ്പാലെന്ന് പറയുമോ? ശരിക്കുള്ള പാലെന്നല്ലേ പറയുള്ളൂ. ഇത് ഉപ്പും പുളിയും എരിവും ഒക്കെ പാകമാണ് കേട്ടോ. എരിവിടുന്നത് നോക്കിയിടണം. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ സംഭാരം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ പിരിഞ്ഞു പോകും. ഇത് രാവിലെ കലക്കി ഉച്ചയ്ക്ക് കുടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ടൈം പോകും തോറും കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോഴും കൂടി ഫ്രിഡ്ജിൽ വെക്കാതെ നോക്കുക. ഇതാ സൂപ്പർ ആയിട്ടുണ്ട്. ഇത് എല്ലാവരും വീട്ടിലുണ്ടാക്കിയിട്ട് വീട്ടിലുള്ളവർക്ക് കൊടുക്കുക. ഇത് തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കിയതെന്ന് ആരോടും പറയരുത്. അവരോട് ചോദിക്കുക ഇത് എന്തിലാണ് ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ അവർ പറയട്ടെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന്. അങ്ങനെ നമ്മുടെ സംഭാരം റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കണം. പുറത്തു പോയി വരുമ്പോൾ ചൂട് പിടിച്ച് വരുമ്പോൾ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.